കാസർഗോഡ് പിലിക്കോട് പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ തിരുമുമ്പ് കാർഷിക സംസ്കൃതി പഠന കേന്ദ്രം പൂർത്തിയായി. വിനോദവും വിജ്ഞാനവും കോർത്തിണക്കിക്കൊണ്ടുള്ള അഗ്രി ടൂറിസം പദ്ധതി ഉടൻ നാടിന് സമർപ്പിക്കും. ചരിത്രവും വിനോദവും വിജ്ഞാനവുമെല്ലാം സംയോജിക്കുന്ന ഇടമായാണ് പിലിക്കോട് പ്രാദേശിക കാർഷിക വികസന കേന്ദ്രത്തിൽ തിരുമുമ്പ് കാർഷിക സംസ്കൃതി പഠന കേന്ദ്രം പൂർത്തിയാക്കിയിരിക്കുന്നത്. സ്വാതന്ത്ര്യ സമര സേനാനിയും കവിയുമായിരുന്ന ടി സുബ്രഹ്മണ്യ തിരുമുമ്പിന്റെ ഭവനമാണ് ഏറ്റവും വലിയ ആകർഷണം. ചരിത്ര സ്മാരകമാക്കി മാറ്റിയ ഭവനത്തിൽ കവി ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. 1982 കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഏറ്റെടുത്ത 18 ഏക്കർ സ്ഥലത്ത് തിരുമുമ്പിന്റെ ഭവനം കൂടി ഉൾപ്പെട്ടിരുന്നു. കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി കവിയുടെ ഭവനം ഉൾപ്പെടുന്ന ഭൂമിയിൽ 2 കോടി രൂപ മുടക്കിയൊരുക്കുന്ന കാർഷിക സംസ്കൃതി പഠന കേന്ദ്രത്തിന്റെ നിർമ്മാണം 2020 ആരംഭിച്ചത്. കേരള കാർഷിക സർവകലാശാലയുടെ ഉത്തരമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം നടപ്പിലാക്കി വരുന്ന കാസർഗോഡ് വികസന പാക്കേജിലെ അഗ്രി ടൂറിസം സെൻറ്റർ എന്ന പദ്ധതിയാണ് ഇത് തിരുമുമ്പ് സംസ്കൃതി പഠന കേന്ദ്രം എന്നുള്ളത്. ഈ ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൃഷിയിൽ നിന്ന് അകന്നു പോകുന്ന യുവജനങ്ങളെയും പൊതുവായിട്ടും ജനങ്ങളെ കൃഷിയിലേക്ക് അടുപ്പിക്കുന്നതിനായി ഒരു കേന്ദ്രം. പറയും പത്തായവും കപ്പൽ ശില്പങ്ങളും ഭീമൻ ശംഖും ഭീമൻ താറാവുകൂടും ഒപ്പം റോക്ക് പാർക്കും ഏറുമാടങ്ങളും ആശ്രമവും കാഴ്ചയുടെ വിരുന്നൊരുക്കും. പഴയ കാർഷിക ഉപകരണങ്ങളും കേരള കലകളും ആരോഗ്യ സന്ദേശങ്ങളും നൽകുന്ന പ്രദർശനശാലയും ഒരുക്കിയിട്ടുണ്ട്. പാർക്കിലൊരുക്കിയ പച്ചത്തുരുത്തുകളിൽ വിവിധ ഔഷധ സസ്യങ്ങളും 50ഓളം വിദേശ ഫലവൃക്ഷങ്ങളുമുണ്ട്. സംയോജിത കൃഷിരീതികൾ നേരിട്ട് കണ്ടുപിടിക്കാം. വിവിധ വിളകളുടെ ബയോ പാർക്കുകൾക്കൊപ്പം വിനോദത്തിനായി ചിൽഡ്രൻസ് പാർക്കും ബാംബു പാർക്കും ഒരുക്കിയിട്ടുണ്ട്. യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും കൃഷിയിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള അഗ്രി ടൂറിസം പദ്ധതി 10 ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്നു. ക്യാമറാമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.